ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതാണ് നമ്മുടെ പാലക്കാടത്തെ നമുക്ക് സ്കൂൾ ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏട്ടന്മാർക്ക് സുഖമല്ലേ, സുഖമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. പിന്നെ സ്കൂളൊന്നുമില്ല, അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടും. അപ്പോൾ തന്നെ നമുക്ക് ഇത്തിരി ഉഷാറൊക്കെ വരുള്ളൂ. ഒന്ന് വേഗം സപ്പോർട്ട് ചെയ്തൊക്കെ വിടും. നമുക്ക് നമ്മുടെ മീൻ പിടിക്കാനുള്ള കാഴ്ചകളിലൊക്കെ പോകാം. നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങാം. ഇന്നത്തിരി ഒഴിവുള്ള സമയമാണ്. എന്നാലും മീൻ കിട്ടുക നമുക്ക് നോക്കാം. കിട്ടിയാൽ കിട്ടിയില്ലേ ഇല്ല. നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് കണ്ടിട്ട് നമുക്കൊരു മീൻ കിട്ടിയിട്ടായിരുന്നു. ഈ സ്പോട്ടൊക്കെ നല്ല സ്പോട്ടുകളാണ്. തോട് ചൂണ്ട ഇടാൻ പറ്റിയ സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് തോടുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. അതായത് നമ്മൾ മീൻ പിടിക്കാൻ വരുമ്പോഴതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോടിൽ കോർക്കാണ്. കിട്ടുമോ നോക്കട്ടെ. നമ്മത്തിരി കോഴിക്കോടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കവറിലെ കോഴിക്കോടിലാണ്. ഏട്ടൻ്റെ കോഴിക്കോടിൽ കോർക്കാണ്. നമുക്ക് കിട്ടുമോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഏട്ടെന്താ വെറുതെ ഒന്ന് ഇറക്കി നോക്കുന്നുണ്ട്. അവിടെയാണ് പോട്. ഏട്ടെന്താ മെല്ലെ ഒന്ന് കയറ്റി നോക്കുകയാണ്. മീനുണ്ടെങ്കിൽ കോഴിക്കോടിലിട്ട് അടിക്കും തോന്നുന്നുണ്ട്. ഏട്ടെന്താ വീണ്ടും ഒന്നും കൂടി ഇട്ട് നോക്കുന്നുണ്ട്. ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോട് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഫസ്റ്റൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഇത്ര വെള്ളം ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റത്തെ പോട് എവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് പോട് തപ്പി അപ്പോൾ നമ്മത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നല്ല വെള്ളം നല്ല ഒഴുക്കായതുകൊണ്ട് നമുക്ക് പോടൊന്നും ക്ലിയർ ആവണില്ല. നന്നായി നമ്മൾ ഒരു ചെറിയൊരു പോട് കിട്ടിയപ്പോൾ ചെറുതായാലും നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അത് ഏട്ടെന്താ അവിടെ പിടിച്ച് നിൽക്കുകയാണ്. പോട് ചൂണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കിട്ടണമെങ്കിൽ നമ്മൾ ആ ചൂണ്ട ചുരുക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളവുമാണ്, പോടും കിട്ടുന്നില്ല. പോട് അത്ര ഒന്നും നമുക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ദിവസം വന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ചുരുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട്. വരുമ്പോഴൊക്കെ ഈ പോട്ടിൽ തന്നെയാണ് നമ്മൾ പിടിക്കാറ്. അപ്പോൾ ഇവിടെ പിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയും നമുക്കൊരു മയങ്ങെങ്കിലും കിട്ടുന്നതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമുക്കൊരു 3 തേങ്ങ കിട്ടിയിട്ട് അങ്ങനെ ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു 3 കിട്ടിയത് വലിയ കാര്യമായി. എന്തായാലും നല്ല വെള്ളമുണ്ട്. എന്തായാലും മീൻ കിട്ടിയില്ല. അത് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ അത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ. നമ്മൾ പലതവണ വന്ന് ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട്, കിട്ടാണ്ട് പോയിട്ടുമുണ്ട്. അതിലും നമുക്കൊരു നഷ്ടവുമില്ല. ഇന്നത്തെ വെള്ളം കൂടുതലാണ്. അതിന് കുഴപ്പമില്ല. നമുക്ക് പിന്നെ വരുമ്പോൾ വെള്ളത്തിനും കൂടി കുറഞ്ഞ പക്ഷേ നമുക്ക് നമ്മുടെ പോടുകളൊക്കെ കാണാം. അപ്പോൾ മീന് ഉണ്ടാകും. അതിനൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടാം. അത് വന്നതിന് അതൊരു 3 എണ്ണമായി. തേങ്ങ നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാം. തേങ്ങ ഉള്ളത് കൂടി കിട്ടാണ്ടാവും. അപ്പോൾ നമുക്കിനി പോണ വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല സുന്ദരമായ വഴികളാണ് നമുക്ക് പോണ വഴികൾ. അപ്പോൾ ആ വഴികൾ കണ്ടാൽ തന്നെ അറിയാം പാലക്കാട്ടെ ഭംഗി എന്താണെന്ന്. അപ്പോൾ നമ്മളെ വന്ന വഴിയിൽ കണ്ടാണ് കേട്ടോ ഗൈസ്. ഇതവിടെ ഒരു നെൽപ്പാടം കണ്ടില്ലേ. ഇവിടെ ഫുള്ള് പച്ച കളറാണ്. പക്ഷേ ഇതൊരു വ്യത്യസ്തതരം കളറാണ്. അതിനെക്കുറിച്ച് അറിയുന്നവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പക്ഷെ നല്ല ഭംഗിയുണ്ട്. എല്ലാ പച്ചൻ്റെ ഇടയിലൊരു വ്യത്യസ്ത കളർ പോലെ. ഇതാണ് പാടങ്ങൾ. ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന വഴികൾ. ഇതെവിടെ നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ തോടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്. അവിടെ പിള്ളേരൊക്കെ മീൻ പിടിക്കാൻ ഇരിക്കുന്നുണ്ട്. സ്കൂൾ ലീവാണല്ലോ, അതാണിപ്പോൾ. നമുക്ക് അങ്ങനെ ഇറങ്ങാം. സ്കൂൾ ലീവ് ആവേണ്ടതാ നമ്മുടെ അടുത്ത പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഇവർക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു കുറേ നേരം വന്നിട്ട്. ഇതാണ് ഇവരൊക്കെ പിടിച്ച മീൻ. കുറേ ഉണ്ട്. കുറേ നേരം ഇവർ വന്നിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.
ഇനി വേറെ വീഡിയോ നമ്മൾ ഇനിയും വരും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പാലക്കാടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുള്ളൂ. അപ്പം നമ്മുടെ പാലക്കാടിൻ്റെ ഇതൊക്കെ നമ്മൾ ഭംഗിയൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി പറയാനുള്ളത്. സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്യും. അപ്പം തന്നെ നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു ഇതൊക്കെ വരുള്ളൂ.